ഇനി ആ കൊച്ചും ദൈവത്തിന്റെ അവതാരമായിരിക്കും അമ്മേ. അയാളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോല് നമ്മുടെ പ്രതാപന്റെ അടുത്ത് വന്ന് മുത്തശ്ശി പറയുകയാണ്, ആ കുഞ്ഞിന്റെ കഴുത്തിലൊരു കറുത്ത മറുകുണ്ടല്ലോ, ആ മറുകിനെ പറ്റി പറയുവാണേ. അത്രയ്ക്ക് ശക്തിയുള്ള കുഞ്ഞാടാ എന്നൊക്കെ പറയുവാണ്. വിഷം പോലും എന്താ പറയാ, അതിനെയും അതിജീവിച്ച് വന്ന കുഞ്ഞാണെന്നൊക്കെ പറയും. അപ്പൊ പ്രതാപം പറയുന്നുണ്ട്, ദൈവമേ, ഇനി അതും ദൈവത്തിന്റെ ആ ഒരു കൈ തന്നെയാണോ ആ കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആകപ്പാടെ ശത്രുക്കളൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. കുഞ്ഞും ആ ഒരു കണ്ണനെ മഹാലക്ഷ്മിയെ തൊടാൻ കഴിയാത്ത പോലെ കുഞ്ഞിനെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം ഇവർക്ക് ശത്രുക്കൾക്ക് മനസ്സിലായി. അപ്പുറത്തെ വാമദേവനാണെങ്കിൽ മേഘനാഥന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് എനിക്ക് അയാൾക്കുടെ സഹായം കൂടിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ അയാൾക്കോടൊപ്പം ചേരുവാടാ എന്ന് പറയുന്നുണ്ട്. ഇനി പ്രതാപനൊപ്പം ആണോ, ഇനി വേറെ ആരെങ്കിലും ആണോ, പുതിയ ആരെങ്കിലും ആണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണേ. ലാസ്റ്റ് നമ്മുടെ കുഞ്ഞിനെയും മഹാലക്ഷ്മിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് പേടിച്ച് നിൽക്കുന്നത് അതിനിടയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ, തൊട്ടിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ ഇനി നമ്മുടെ മഹാലക്ഷ്മി ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതും ഭയങ്കര ചോദ്യചിഹ്നമാണേ. അപ്പുറത്ത് നമ്മുടെ കണ്ണൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ്മ വന്ന് കാലിൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട്. അതായത് ആ കണ്ണീര് നമ്മുടെ കണ്ണന്റെ കാലിൽ വീഴുന്നുണ്ട്. ഇനി നമ്മുടെ ദുർഗാമ്മ ഏകദേശം നന്നായി എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് നമ്മൾ, അല്ലേ കൂട്ടുകാരി? ഇനി നമ്മുടെ മഹാലക്ഷ്മിയും കുഞ്ഞും തിരികെ നമ്മുടെ കണ്ണന്റെ വീട്ടിലേക്ക് കമലേശ്വരത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദുർഗാമ്മ അവിടെ പ്ലേറ്റ് മറിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.